പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ തവണ അത്തം മുതൽ തിരുവോണം വരെ ഡെയിലി വ്ളോഗ് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഈ വർഷവും അതുപോലെ തന്നെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എത്രത്തോളം സാധ്യമാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് അത്തത്തിന്റെ തലേദിവസം, അതായത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. നിങ്ങളിത് കാണുമ്പോൾ അത്തം അന്നായിരിക്കും കാണുന്നുണ്ടാവാം. അപ്പോൾ അന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഞങ്ങൾ നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരാണ്. ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ എണീറ്റിട്ട് ക്ലീനിങ് പരിപാടി തുടങ്ങിയതാണ് കേട്ടോ. കാരണം അത്തത്തിന് മുന്നേ ആയിട്ട് ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ സാധാരണയായിട്ട്. പക്ഷെ ഇത്തവണ നമുക്കത് സാധിക്കുമെന്നൊന്നും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റല്, അസുഖം, ഈ വക പരിപാടികളിലായിരുന്നു കേട്ടോ. ഒന്നാമത് നമ്മളുടെ വസ്കുട്ടന് സുഖമില്ലാഞ്ഞിട്ട് ഒന്നൊന്നര ആഴ്ചയോളം ഞങ്ങൾ ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നേ. അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും മാനസികമായിട്ട് തളരും. അങ്ങനെ ഞങ്ങളും തളർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അത്തവും തിരുവോണമൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് അത്തം ആവുമ്പോഴത്തേക്കും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ക്ലീനിങ്ങിലേക്ക് കടന്നു. ഞാൻ അമ്മക്ക് കുറച്ച് സഹായങ്ങളൊക്കെ അടുക്കളയിൽ ചെയ്തു വെക്കും. ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേഗം ക്ലീനിങ് പരിപാടി തുടങ്ങാന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. അച്ഛൻ എണീറ്റിട്ടുണ്ട്, ബാക്കി എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇന്ന് ലീവായ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് സമയം കൂടെ കിടക്കും. പക്ഷെ ഞാൻ ഇന്ന് കിടക്കാൻ നിന്നില്ല. കാരണം കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കൂല. അങ്ങനെ ഞാനൊരു 6:15 എണീറ്റിട്ട് നേരെ വേഗം മുറ്റടിച്ചു. പിന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. പിന്നെ ഞാനിതാ ജനലും ഈ പുറത്തുള്ള കുറച്ച് മാറാലയും ഇതൊക്കെ തട്ടാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോരോ റൂമുകളുടേതായിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. എല്ലായിടത്തും കയ്യെത്തുമെന്ന് ചോദിച്ചാൽ പല സ്ഥലത്തും കയ്യെത്താത്തതായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. വസു അടക്കം എല്ലാവരും എണീറ്റ് വന്നിട്ട് സോഫയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് സാൻഡി മോൾ എടുത്തതിലുള്ള കുറച്ച് വീഡിയോ ആണ് ഇത്. അപ്പം പൊടി തട്ടുന്നതിനിടയിൽ ഞാൻ ഈ മാസ്ക് വെച്ചു. കാരണം ഫാനിന്ന് നേരെ വായിലേക്ക് പൊടി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത്തം മുതൽ തിരുവോണം വരെ അങ്ങോട്ട് കിടന്നു പോകുമല്ലോ. അപ്പൊ എനിക്ക് മാസ്ക് വെച്ചിട്ടാണെങ്കിൽ പൊടി തട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്തോ ശ്വാസം കിട്ടാത്ത പോലൊക്കെ തോന്നും. പക്ഷേ നമുക്കങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയൊരു പൊടിയില്ല. പക്ഷെ എന്നാലും പൊടി ഉണ്ടാവും. ഇതിന് മാത്രമൊക്കെ എവിടെ നിന്നാണോ പൊടിയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മൾ അടിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സോഫയൊക്കെ നീക്കിയിട്ടിട്ട് അടിച്ചു വാരും. എന്നാലും പൊടി ഉണ്ടാവും. ഈ ഒരു റൂം ഞാൻ ശരിക്കും വൃത്തിയാക്കിയിട്ട് ഒരു 2 ആഴ്ചത്തെ അപ്പുറമായിട്ടില്ല. എന്നിട്ടും ഈ അലമാരയുടെ മേലൊക്കെ നല്ല പൊടിയായിട്ടുണ്ട്. എങ്ങനെയത് വരുന്നേന്ന് അറിഞ്ഞൂടാ. നമ്മളെ വീട് റോഡ് സൈഡിലാണ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഈ ലാഡറിന്റെ മുകളിലൊക്കെ പിടിച്ച് കയറുന്നുണ്ട്. ഇതെപ്പോഴാ വേണ്ടി ഞാൻ നിലത്ത് വീഴുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരാളുടെ സഹായമൊന്നും ഇല്ലാണ്ട് നമ്മൾ വലിയ ആളായിട്ട് കയറാൻ നിൽക്കരുത്. അങ്ങനെ ഞാനൊരു 9:30 വരെ നല്ലോണം അങ്ങ് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ലാലൂട്ടിന് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ലാലൂട്ടിന് ജോലിക്ക് പോകാനുണ്ട്. അതിനിടയിൽ എഡിറ്റ് ചെയ്തത് എന്താണ്. ഞാനപ്പോൾ മേലെ പോയപ്പോൾ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ മടക്കി വെച്ചു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ സമയത്തേക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫോണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫോണും കാത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. മേലെ മുഴുവനായിട്ട് അടിച്ചു വാരി തുടച്ചു. താഴെ റൂമുകൾ എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചു. പിന്നെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഏകദേശം ഒരു ഉച്ച 2 മണിയോളം സമയം വരെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ പണിയെടുക്കോ എന്നുള്ളത്. മോളൊക്കെ മാറിപ്പോയി അമ്മേ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പിള്ളേരുടെ കയ്യിൽ കുറേ ഡ്രസ്സ് വാരിയിട്ടു. ആ നിലത്തിട്ടുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നിലമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ അവരവിടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതൊക്കെ വൃത്തിയാക്കി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളൊരു സ്ഥലം വരെ പോവാണ്, വേറെ എവിടേക്കുമല്ല, കൊയിലാണ്ടി വിശാൽ മാർട്ട്. നമ്മൾ ബാംഗ്ലൂർ വിശാൽ മാർട്ടിന്റെ വിശേഷങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പം അടുത്താണ് നമ്മൾ അറിഞ്ഞത് ഇത് നമ്മളുടെ കൊയിലാണ്ടി ഉണ്ട് എന്നുള്ളത്.
നമ്മൾ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ചു. കാരണം നമ്മുടെ വസ്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. വസ്കുട്ടൻ്റെ ഡ്രസ്സ് എടുക്കണം. പിന്നെ വസ്കുട്ടന് ഡെയിലി അംഗനവാടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കണം. കാരണം ഡെയിലി ഇങ്ങനെ ഇടുന്നത് കൊണ്ട് വേഗം മുഷിയും. വസ്തു ആണെങ്കിൽ എവിടെയും പോയി കഴിഞ്ഞ് വന്നാൽ ആ ഡ്രസ്സ് അയച്ചു വെക്കൂല. അതുകൊണ്ട് തന്നെ വേഗം മുഷിയും. അപ്പോൾ റേറ്റ് കുറവിന് ഡ്രസ്സ് ഉണ്ടാവും അവിടെ. അപ്പം നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ടൊക്കെ വരാം. പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ അരവിന്ദ ഘോഷ് റോഡ് അവിടുന്ന് മുതലെങ്ങാനും നമ്മളുടെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം നന്ദി വരെ. അവിടെ വരെ പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. വേഗം അങ്ങോട്ട് എത്തും. പിന്നെയാണ് നമ്മളുടെ ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വടകര ടച്ച് ചെയ്യാതെ മേപ്പൽ റോഡ് വഴിയാണ് കേട്ടോ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ പാലയാട്ട് നടയിൽ അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണ് ഇവർ. അവിടെ എന്തോ മനുഷ്യച്ചങ്ങലയോ കാര്യങ്ങളോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വിടുകയാണ് കൊയിലാണ്ടിക്ക്. അപ്പോൾ ഇനി കൊയിലാണ്ടി എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. പക്ഷെ കൊയിലാണ്ടി കുറച്ച് നന്ദി കഴിഞ്ഞപ്പോൾ മുതൽ നല്ല അസൽ ബ്ലോക്ക് കിട്ടി കേട്ടോ നമുക്ക്. ഏകദേശം ഇങ്ങനെ ഒരു അരമണിക്കൂറോളം ബ്ലോക്ക് കിട്ടി. അതിനിടയിൽ ഞങ്ങൾ സാൻവിനെ കൊണ്ട് മലയാളം അക്ഷരങ്ങൾ വായിപ്പിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഊണ് തയ്യാറെന്നുള്ളതിന് ഉണ്ട തയ്യാറെന്നാണ് കേട്ടോ വായിച്ചിട്ടുണ്ടായിരുന്നത്. ചില അക്ഷരങ്ങൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് നമുക്ക് ചിരിച്ചിട്ട് വയ്യതിനെ അന്നേരം പിന്നെ നമ്മൾ ഓരോരോ അക്ഷരങ്ങൾ ഇവളെ കൊണ്ട് ഇങ്ങനെ വായിപ്പിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയൊക്കെ അവള് കുറെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കാണെന്ന് തോന്നുന്നു ആദ്യം ക്ഷീണം വന്നത്. എനിക്കിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എന്തോ രോഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളത് ഇതെവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ഷോപ്പിൽ കയറി ഒരു ചായയും ഒരു കടിയും. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൽക്കാരമൊന്നുമില്ല. അപ്പോൾ സാൻവി ആണെങ്കിൽ ഒരു പോക്കറ്റ് എന്താ റോൾ ബ്രെഡ് പോക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം നമ്മൾ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവിടെ ഒരാൾ ഇത് ഉണ്ടാക്കി പോകുന്നത് കണ്ടത്. അങ്ങനെ ബ്രെഡ് പോക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു ചായ കുടിച്ചു. നല്ല ചായയും കൂട്ടലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ നേരെ വിശാൽ മാർട്ടിലേക്ക് പോകുന്നത്. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നല്ല അസല് മഴയും പെയ്തു കേട്ടോ. ആ ഒരു മഴ നമ്മൾ അവിടെ വിശാൽ മാർട്ടിൽ എത്തും വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും കണക്കാക്കിയില്ല. കാരണം നമ്മളുടെ ലക്ഷ്യം അങ്ങോട്ടേക്കാണല്ലോ. അപ്പൊ മഴ ചോരാനൊന്നും നമ്മൾ നിന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറി നേരെ ഇനി വിശാൽ മാർട്ടിലേക്ക്. അവിടെ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല പാർക്കിംഗ് കിട്ടി. പക്ഷെ പാർക്കിംഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിങ്ങനെ പുറത്ത് കൂടെ തന്നെ വരണം. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം മഴ പെയ്യുന്നതുകൊണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് വാരുകയായിരുന്നു. പക്ഷെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ എനിക്കൊന്നും വേണ്ടിയിട്ടുള്ളതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഈ ടോപ്പ് കുർത്ത അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. കൂടുതൽ നോക്കിയിട്ടുള്ളത് പിള്ളേർക്കുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ വസുവിനുള്ള ഡ്രസ്സുകളാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അടുക്കളയിലേക്കുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശാൽ മാർട്ട് പൊതുവേ ഒരു വില കുറവുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടോ. നമ്മൾ ബാഗാ വേണ്ട. ഏത് ബാഗ് സെലക്ട് ചെയ്താലും ഞാൻ വാങ്ങി തരും. എൻ്റെ വട്ടി വാങ്ങി കൊടുക്കും. ഞാൻ വലുതായിട്ട് എനിക്ക് ജോലി ഇട്ടിട്ട് വാങ്ങി തരും കേട്ടോ. അമ്മമ്മ ബർത്ത്ഡേക്ക് തലയൂട്ടി സീൻ നല്ലോണം ചേരും. ഒന്ന് ഫ്ലൂറസെന്റ് ഓറഞ്ച് ഇത് രസമുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായിക്ക്. പാപ്പി ഇതെടുത്തോട്ടെ. പാപ്പി തലയൂട്ടിന്റെ ചച്ച് എന്റെ മോനെ ബാബു തുള്ള ഇങ്ങനെ ഡാൻസ് കളിച്ചത് വാങ്ങി തരൂ. അതവിടെ വെച്ചേക്ക് വസു. ഇതില്ല, ഇത് ദീദിക്ക്.
നോ വസു ഒന്ന് കൊടുക്ക വസു ഒന്ന് കൊടുക്ക വേഗം തരും വേഗം തരും വേഗം തരും വേഗം തരും തരുവോ ചോദിക്ക് വസു തരുന്നില്ല പ്ലീസ് ചോദിക്ക് പ്ലീസ് ഇതിന് 80 80 ഒന്നും ഇനി എത്ര മില്ലിയാണല്ലോ. അല്ല അത് ഒന്നെടുക്കും ഓണത് എടുക്കുന്നെങ്കിൽ അതിന്റെ പകുതി എടുത്തോ. അങ്ങനെ വിശാൽ മാർട്ടിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മൾ വൈകുന്നേരം പുറപ്പെട്ടതാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ പയ്യോളി ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞ് പോയി. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവരിൽ ആരൊക്കെയോ ബവീച്ചിയും ലാലോട്ടനും അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ ഇവർ പറഞ്ഞത് പണ്ടത്തെ അത്ര ഒരു വലിയ ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ ആദ്യം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് നല്ല പുതുമ പോലെ തോന്നി. അങ്ങനെ ബയോളി ചിക്കനും പൊറോട്ടയും കഴിച്ചു ഞങ്ങൾ. എങ്ങനെയുണ്ട് ബയോളി ചിക്കൻ? സൂപ്പർ. ഇതില് അനീഷേട്ടൻ മിസ്സിംഗ് ആണ് കേട്ടോ. അനീഷേട്ടൻ നമ്മളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്ക് കാരണം. അപ്പൊ നമ്മള് നല്ല അടിപൊളിയായിട്ട് ഈ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും രാത്രി ഒരു 8 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. 8 മണിയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ വക മുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ലേസ് വാങ്ങി. ഞാൻ നമ്മളുടെ കടല മിഠായി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങി കേട്ടോ. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ സാധനമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരൊക്കെ ലേസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി ഇതൊക്കെ കഴിച്ചു, നേരെ നമ്മളുടെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി വിശേഷങ്ങൾ നാളെയാട്ടെ.